ഓക്കെ മക്കളെ, അപ്പോൾ 15ാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യനാണ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ലെറ്റ് എഫ് ഈസ് ഫംഗ്ഷൻ ഫ്രം ആർ ടു ആർ ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ആരാ എ മൈനസ് ബി കോസ് ടു എക്സ് ബൈ എക്സ് സ്ക്വയർ വെൻ എക്സ് ലെസ് ദാൻ 0. Then x square plus cx plus 2 when x is between 0 and 1. 2x plus 1 when x is greater than 1. Then പിന്നെ പറഞ്ഞ കാര്യം എന്താ, എഫ് ഈസ് കണ്ടിന്യൂസ് എവരിവെയർ ഇൻ ആർ. ആറിൽ എല്ലായിടത്തും എഫ് എന്താണ്, കണ്ടിന്യൂസ് ആണ് പറഞ്ഞിട്ടുണ്ട്. എം ഈസ് ദ നമ്പർ ഓഫ് പോയിന്റ്സ് വെർ എഫ് ഈസ് നോട്ട് ഡിഫറൻഷ്യൽ. എഫ് ഡിഫറൻഷ്യൽ അല്ലാത്ത പോയിന്റുകളുടെ എണ്ണമാണെന്ത്, എം. ദെൻ വി ഹാവ് ടു ഫൈൻഡ് എം പ്ലസ് എ പ്ലസ് ബി പ്ലസ് സി അല്ല. അപ്പോൾ ആരെ കാണണം, എം കാണണം, എ കാണണം, ബി കാണണം, സി കാണണം. അവിടെ എയും ബിയും സിയും നമുക്കറിയാം ഇതിലെ പോയിന്റുകളാണ്. എം ആരാ, എം എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് നോൺ ഡിഫറൻഷ്യബിൾ പോയിന്റ് ആണ്. ഏതൊക്കെ പോയിന്റിലാണ് ഡിഫറൻഷ്യബിൾ അല്ലാത്തത് ആ പോയിന്റുകളുടെ എണ്ണമാണെന്ത്, എം. എങ്ങനെ കാണും മക്കളെ, ആദ്യം കണ്ടിന്യൂസ് ആണല്ലോ. കണ്ടിന്യൂസ് ആയാൽ ഇതിലെ എല്ലാ പോയിന്റിലെയും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആവണ്ടേ അല്ലേ. ഞാൻ ആദ്യം 1 എന്ന പോയിന്റിലെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും എക്സ് ഈക്വൽ 1 ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഇക്വേറ്റ് ചെയ്യണം. ഓക്കെ, എന്താ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് വരാ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് 1 മൈനസ് ആകുമ്പോൾ ലെസ് ദാൻ 1 അല്ലേ, ഫംഗ്ഷൻ ആണ് ഇയാളല്ലേ, എക്സ് സ്ക്വയർ പ്ലസ് സി എക്സ് പ്ലസ് 2 ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആകുമ്പോൾ 1 പ്ലസ് അല്ലേ, 1 പ്ലസ് ആകുമ്പോൾ ഗ്രേറ്റർ ദാൻ 1 അല്ല, ഫംഗ്ഷൻ ആരാ 2x plus 1 അല്ലേ. ഇനി 1 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ തരും, 1 പ്ലസ് സി പ്ലസ് 2 എന്താ വരിക, സി പ്ലസ് 3. ദെൻ 1 ഇവിടെ 2 ഇൻറ്റു 1 പ്ലസ് 1 അല്ലേ, 3 അല്ലേ, 3യും 3യും പോയി ബാക്കി ആരാ, സി ഈക്വൽ ടു 0 എന്ന് കിട്ടി അല്ലേ. നമുക്ക് വേണ്ടത് ആരൊക്കെയായിരുന്നു, എ വേണം, ബി വേണം, സി വേണം, പിന്നെ ആര് വേണം, എം വേണം അല്ലേ. അതിൽ ഒരാളെ ഈസി ആയിട്ട് കിട്ടിയ ആരാ, സി ഈക്വൽ ടു 0. അതേപോലെ മക്കളെ ഇവിടെയും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആവണ്ടേ. 0 എന്ന പോയിന്റിലെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആവണ്ടേ, നമുക്കറിയാം ആവണം അല്ലേ. അപ്പോൾ എന്താ 0 എന്ന പോയിന്റ് നോക്കി, അറ്റ് എക്സ് ഈക്വൽ 0. എക്സ് ഈക്വൽ 0യിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്താ വരിക, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് 0 മൈനസ് എന്ന് പറഞ്ഞാൽ എക്സ് ലെസ് ദാൻ 0 അല്ലേ, ഫംഗ്ഷൻ ആരാ, ഇയാളാണ്, ബൈ എക്സ് സ്ക്വയർ ഈക്വൽ ടു ആരാളും ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ്. എടാ സി ഓൾറെഡി 0 എന്ന് കിട്ടിയില്ലേ, നമുക്ക് സി ആരെ കിട്ടി, 0 എന്ന് കിട്ടിയില്ലേ. അപ്പോൾ ഈ ടേം 0 ആയി പോകില്ലേ, ആ ടേമിന് വേണ്ടല്ലോ അല്ലേ. അപ്പം എന്ത് 0 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 2, 0 പ്ലസ് എന്ന് പറയുന്നത് 0 എക്സ് ഗ്രേറ്റർ ദാൻ 0 അല്ലേ, ഇവിടെ വരിക ഫംഗ്ഷൻ ഇതാണ് അല്ലേ. അപ്പോൾ എന്താ വരിക, ആദ്യം ഇയാളുടെ വാല്യൂ നമുക്കറിയാം, 0 കൊടുത്ത് എന്താ 0 പ്ലസ് 2 എന്താണ് 2 ആണ്. അപ്പം എന്ത് കിട്ടി, ഇയാളുടെ വാല്യൂ 2 എന്ന് കിട്ടിയില്ലേ. അപ്പം എന്താ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എ മൈനസ് ബി കോസ് 2x ബൈ എക്സ് സ്ക്വയർ എന്ത് കിട്ടി, 2 എന്ന് കിട്ടി അല്ലേ. എടാ ഒരു ലിമിറ്റ് വാല്യൂ കിട്ടുമ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യുക, ഈ 0 ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യില്ല ചെയ്യുക, അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം എന്താ മാറും, എ മൈനസ് ബി കോസ് 0 എന്താ 1 ബൈ 0 ഈക്വൽ 2 അല്ലേ. എടാ മക്കളെ ഇതിന് 2 എന്ന വാല്യൂ കിട്ടണമെങ്കിൽ ഇവിടെ താഴെ 0 വന്നില്ലേ, താഴെ 0 വന്നാൽ മുകളിൽ നോൺ 0 ആണെങ്കിൽ ഇത് 2ലേക്ക് മാറൂലല്ലോ. കാരണം എന്താണ്, മുകളിൽ നോൺ 0 ആണെങ്കിൽ അതിൻ്റെ ആൻസർ എന്താ, നോട്ട് ഡിഫൈൻ ആണ്, അവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ്. പക്ഷേ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ടല്ലേ ഒരു 2 എന്ന വാല്യൂ അവിടെ കിട്ടിയത് അല്ലേ. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് 2 എന്ന് കിട്ടിയത്. അതുകൊണ്ട് എ മൈനസ് ബി 0 ആവണ്ടേ. അപ്പോൾ എ മൈനസ് ബി 0 ആയ 0/0 ഫോമിൽ വരണ്ടേ. അങ്ങനെ വന്നാൽ മാത്രമേ കറക്റ്റ് വാല്യൂലേക്ക് ഇത് മാറുള്ളൂ. അപ്പോൾ എന്താണ്, എ മൈനസ് ബി 0 ആവണം. അപ്പോൾ എ എന്താവണം, ബി ആവണം, എ ഈക്വൽ ടു ബി ആവണം. സോ അപ്പോൾ അവിടെ നിന്ന് എന്താ കിട്ടിയത്, എ ഈക്വൽ ടു ബി എന്ന് കിട്ടി. ഓക്കെ, സോ അപ്പോൾ എയും ബി കിട്ടിയില്ല, എ ഈക്വൽ ബി എന്ന് കിട്ടി. എഗെയിൻ ഞാൻ ഇതന്നെ തിരിച്ചെടുക്കുകയാണ്, ഒന്നുകൂടി എടുക്കുകയാണ്. ലിമിറ്റ് ഓഫ് എക്സ് ടെൻസ് ടു 0 മൈനസ് എന്താ വരിക, എ മൈനസ് ബി കോസ് 2x. എയും ബിയും ഈക്വൽ ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം, എ മൈനസ് എ കോസ് 2x എന്നതിന് പ്രശ്നമുണ്ടോ, കാരണം എയും ബി ഈക്വലാ, ബിക്ക് വരെ എന്ത് ചെയ്തു, എ എന്ന് എഴുതി. ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ ഈക്വൽ ടു ആരാ 2 ആണ് അല്ലേ. ഇതിൽ ആർക്കും ഡൗട്ട് ഉണ്ടാകാൻ ചാൻസ് ഇല്ല. ഇനി എന്ത് ചെയ്യണം, ഞാൻ രണ്ട് ഭാഗത്തും ഡെറിവേറ്റീവ് അപ്ലൈ ചെയ്യാലോ. നോക്ക്, ഇവിടെയും ഡെറിവേറ്റീവ് അപ്ലൈ ചെയ്യാം. എന്താ LH റൂള മക്കളെ, ഇത് 0/0 ഫോമിലല്ലേ. 0/0 ഫോമിൽ എന്താ ചെയ്യുക, നമുക്ക് L'Hospital റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റുമല്ലോ.
എല്ലോ ഹോസ്പിറ്റലെന്നോ ലോപ്പിറ്റലെന്നോ എന്തും പറയാം. കാരണം എന്താ, ഇത് ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമാണ്. അതിൽ എന്ത് നിങ്ങൾക്ക് പറയാം. അപ്പം എന്ത് ചെയ്യുക, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എന്ത് ചെയ്യുക, ഡെറിവേറ്റീവ് ആണ്. അപ്പം എന്താ പറയും, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് എന്താ, എന്റെ ഡെറിവേറ്റീവ് എ ആണ്. ദെൻ മൈനസ് എ ഇൻറ്റു മൈനസ് കോസ് 2x ഡെറിവേറ്റീവ് എന്താ, മൈനസ് സൈൻ 2x ഇൻറ്റു 2 അല്ലേ, ഡിവൈഡ് ബൈ ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ എന്താ 2x അല്ലേ, ഇത് 2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. എടാ ഈ മൈനസും കട്ടായല്ലോ. ദെൻ സൈൻ ലിമിറ്റ് എക്സ് ടെൻസ് 0 സൈൻ 2x ബൈ 2x 1 അല്ലേ, കാരണം ലിമിറ്റ് എക്സ് ടെൻസ് 0 സൈൻ x ബൈ x 1 അല്ലേ. അപ്പോൾ അത് 1 ആവും. ബാക്കി ആര് വരിക, വെറും a ഇൻറ്റു 2 ഈക്വൽ 2 അല്ലേ. അപ്പോൾ a ആരാ, 1 ആണ്. അതും കിട്ടി അല്ലേ. സോ a കിട്ടി 1 ആണ്. a ഈക്വൽ ടു b അല്ലേ, a 1 ആകുമ്പോൾ b 1 അല്ലേ. സോ a1 b1 c0 ഇത്രയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയ ഇക്വേഷനിൽ കിട്ടിയ അറിവ് ഇൻഫോർമേഷൻസ്. a1 ആണ്, b1 ആണ്, c1. ആൻസർ ആയോ? ആൻസർ ആയില്ല. നമുക്ക് ആര് വേണം, എം കൂടി വേണം അല്ലേ. എ അറിയാം, ബി അറിയാം, സി അറിയാം. ഇനി ആര് വേണം, എം ആണ്. എം എന്താ, നമ്പർ ഓഫ് നോൺ ഡിഫറൻഷ്യബിൾ പോയിന്റുകളല്ലേ അല്ലേ. അതായത് ഈ ഫംഗ്ഷൻ്റെ നമ്പർ ഓഫ് നോൺ ഡിഫറൻഷ്യബിൾ പോയിന്റ് ആണെന്ത്, എം. ക്വസ്റ്റ്യൻ ശരിക്കും എന്തായി മാറി, a1 അല്ലേ മക്കളെ. a1 ആകുമ്പോൾ ഇത് 1 മൈനസ് 1 കോസ് 2x അല്ലേ. ഇത് 0 ആകുമ്പോൾ ഇത് പോയില്ലേ, c0 ആകുമ്പോൾ പോയില്ലേ. അപ്പോൾ ഇങ്ങനെയല്ലേ ക്വസ്റ്റ്യൻ അല്ലേ. ഇനി നമ്പർ ഓഫ് നോൺ ഡിഫറൻഷ്യബിൾ പോയിന്റ് എന്ന് പറഞ്ഞാലേ, എടാ ഈ ഫംഗ്ഷൻ എവിടെയാണ് നോൺ ഡിഫറൻഷ്യബിൾ ആവാൻ ചാൻസ് ഉള്ളത്? നമുക്കറിയാം നോൺ ഡിഫറൻഷ്യബിൾ ആവാൻ ചാൻസ് ഉള്ളത് ഈ ബ്രേക്ക് ആവുന്ന പോയിന്റുകളിൽ മാത്രമാണ് അല്ലേ. ഇവിടെ ബ്രേക്ക് ആവുന്ന പോയിന്റ് ആരാ, എക്സ് ഈക്വൽ ടു 0 പിന്നെ ആരാ, ദെൻ എക്സ് ഈക്വൽ 1 അല്ലേ. നമുക്കറിയാം ഈ എക്സ് ഈക്വൽ 0യിലും എക്സ് ഈക്വൽ 1ലും മാത്രമേ ഫംഗ്ഷൻ ബ്രേക്ക് ആവുന്നുള്ളൂ. ആ ബ്രേക്ക് ആവുന്ന പോയിന്റുകളിൽ മാത്രമേ എന്താ ഉള്ളൂ, നോൺ ഡിഫറൻഷ്യബിൾ ആവാൻ ചാൻസ് ഉള്ളൂ. ഞാൻ അപ്പം എന്ത് ചെയ്യണം, ഈ 2 പോയിന്റിലും ഡിഫറൻഷ്യബിലിറ്റി ചെക്ക് ചെയ്യാം. ഡിഫറൻഷ്യബിലിറ്റി ചെക്ക് ചെയ്യാൻ ഫസ്റ്റ് ഡിഫറൻഷ്യബിൾ, അതായത് ഫസ്റ്റ് റൂൾ ഉണ്ട്, സെക്കൻഡ് റൂൾ ഉണ്ട് അല്ലേ. അപ്പോൾ അതിൽ ഏത് റൂളാണ് നമുക്ക് യൂസ് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള റൂൾ യൂസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് മെത്തേഡോ സെക്കൻഡ് മെത്തേഡോ ഏത് മെത്തേഡും യൂസ് ചെയ്യാം. അതിൽ ഏത് മെത്തേഡ് യൂസ് ചെയ്യും? എടാ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഇല്ലേ, അതാണ് ഫസ്റ്റ് റൂൾ എന്ന് പറഞ്ഞാൽ. സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഇല്ലേ, അതാണ് സെക്കൻഡ് റൂൾ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇവിടെ ആക്ച്വലി ഞാൻ 2 യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഒന്നിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് യൂസ് ചെയ്യുന്നതാണ് ഈസി, മറ്റേതിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് യൂസ് ചെയ്യുന്നതാണ് ഈസി. എനിവേ ഞാൻ ആ പേരൊന്നും വീണ്ടും ഇവിടെ യൂസ് ചെയ്യുന്നില്ല. ഞാൻ ആദ്യം എക്സ് ഈക്വൽ 1 എന്ന പോയിന്റിൽ ഡെറിവേറ്റീവ് ചെക്ക് ചെയ്യണം, ഡിഫറൻഷ്യബിലിറ്റി ചെക്ക് ചെയ്യണം. അപ്പോൾ എക്സ് ഈക്വൽ 1ൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ആദ്യം കാണും. അതാ എക്സ് ഈക്വൽ 1ൻ്റെ ലെഫ്റ്റിലെ ഫംഗ്ഷൻ ഇതല്ലേ, അയാൾ ഡെറിവേറ്റീവ് എനിക്ക് ഈസി ആയിട്ട് കണ്ടൂടെ. ഞാൻ അവിടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. x² + 2ൻ്റെ ഡെറിവേറ്റീവ് ആരാ, 2x ആണ് അല്ലേ. എക്സ് 1 അല്ല, അപ്പോൾ വാല്യൂ എന്താ, 2 × 1 2 ആണ്. സോ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് എന്ത് കിട്ടി, 2 എന്ന് കിട്ടിയില്ലേ. റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് എന്താ, എടാ എക്സ് ഈക്വൽ 1ൻ്റെ റൈറ്റിലെ ഫംഗ്ഷൻ ഇയാളല്ലേ, അയാളുടെ ഡെറിവേറ്റീവ് എന്താ, 2x + 1 ഡെറിവേറ്റീവ് ആരാ, 2 അല്ലേ. അപ്പം എന്ത് കിട്ടി, ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും ഈക്വൽ അല്ലടാ, ഈക്വൽ ആണ്. അതിൻ്റെ അർത്ഥം എന്താ, ആ 1 എന്ന പോയിന്റിൽ ആ ഫംഗ്ഷൻ ഡെറിവേറ്റീവ് എന്താ, ഡിഫറൻഷ്യബിൾ അല്ലേ ഡിഫറൻഷ്യബിൾ ആണ്. ഓക്കെ, അതേപോലെ എന്ത് ചെയ്യുക, എക്സ് ഈക്വൽ c, ഇപ്പോൾ എക്സ് ഈക്വൽ 1ൻ്റെ പരിപാടി കഴിഞ്ഞു. ആ പോയിന്റിൽ നോൺ ഡിഫറൻഷ്യബിൾ അല്ല, എന്താണ്, ഡിഫറൻഷ്യബിൾ ആണ്. ഓക്കെ, ഇനി ഏത് ചെക്ക് ചെയ്യണം, എക്സ് ഈക്വൽ 0 കൂടി ചെക്ക് ചെയ്യണ്ടേ, എക്സ് ഈക്വൽ 0 കൂടി ചെക്ക് ചെയ്യണം. എന്താ വരിക, എക്സ് ഈക്വൽ 0 അല്ലേ. അഗെയിൻ ഈ പോയിന്റ് എന്താണ്, ഇത് 1 മൈനസ് 1 cos 2x, ഇത് 0 ആയിട്ട് പോയിട്ടുണ്ട്. a1 b1 c0 കൊടുത്തു, അത്രേ ഉള്ളൂ. ഓക്കെ, എക്സ് ഈക്വൽ 0 അല്ലേ. നമുക്കറിയാം എക്സ് ഈക്വൽ 0ൽ ഞാൻ ആദ്യം റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് കാണണം. റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 0ൻ്റെ റൈറ്റിലല്ലേ, 0ൻ്റെ റൈറ്റിൽ എന്ന് പറഞ്ഞാൽ എക്സ് > 0 അല്ലേ. അതാരാ, ഈ ഫംഗ്ഷൻ, അയാൾ ഡെറിവേറ്റീവ് എന്താ, എഗെയിൻ 2x അല്ലേ വരിക. ഇതിന് എക്സ് 0 ആകുമ്പോൾ 2 × 0 അല്ല, എന്താ വരിക, 0. സോ റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് 0 എന്ന് കിട്ടി. ഇനി ഞാൻ കാണാൻ പോകുന്നത് ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ആണ്. ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ഇപ്പോൾ ഞാൻ ചെയ്ത പോലെ ചെയ്താൽ ഇയാളുടെ ഡെറിവേറ്റീവ് കാണേണ്ടി വരും. വളരെ ബുദ്ധിമുട്ട് മീൻസ് കുറച്ചധികം ചെയ്യാണ്ടാവും. നമുക്കതിൻ്റെ ആവശ്യമില്ല. നമുക്ക് അവിടെ എന്ത് ചെയ്യാം, ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് യൂസ് ചെയ്യാം. അവിടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റിൽ എങ്ങനെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കാണാം. സോ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് കാണാം, ലിമിറ്റ് h ടെൻസ് ടു 0 f of a minus h minus f of a ഡിവൈഡഡ് ബൈ -h അല്ലേ വരിക അല്ലേ. അപ്പോൾ ഇവിടെ എന്താ വരിക, അവിടെ ഇവിടെ എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ 0 അല്ലേ, അപ്പോൾ അവിടെ a 0 അല്ലേ. അപ്പോൾ എന്താ വരിക, ലിമിറ്റ് h ടെൻസ് 0 f of a 0 അല്ലേ,
എഫ് ഓഫ് മൈനസ് എച്ച് മൈനസ് എഫ് ഓഫ് 0 ബൈ മൈനസ് എച്ച് വരും അല്ലേ. അപ്പോൾ അതെന്താ വരിക, ഞാൻ ഒരു പുതിയ പേജ് എടുക്കാം എന്നിട്ട് ചെയ്യാം, ശ്രദ്ധിക്കുക എല്ലാവരും. നമുക്കറിയാം ദാ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0, ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. ആരാടാ എഫ് ഓഫ് മൈനസ് എച്ച് എന്ന് പറഞ്ഞാൽ? എടാ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാ 1 മൈനസ് കോസ് 2x ബൈ എക്സ് സ്ക്വയർ അല്ലേ. അപ്പോൾ എഫ് ഓഫ് മൈനസ് എച്ച് എന്താ, എക്സിന് മൈനസ് എച്ച് കൊടുത്താൽ പോരെ. അപ്പം എന്താവും 1 മൈനസ് ഇത് 1 ആണ്, ഇത് 1 ആണ്, ഇതും 1 ആണ്, ഇത് 0 ആണ്. എങ്ങനെ എന്തുവരും 1 മൈനസ് കോസ് 2h, എക്സ് ആരാ എച്ച് മൈനസ് എച്ച് അല്ലേ. എടാ കോസിൻ്റെ ഉള്ളിൽ നെഗറ്റീവായ പ്രശ്നമല്ല. അപ്പോൾ കോസ് 2h ബൈ എക്സ് സ്ക്വയർ എന്താവും എച്ച് സ്ക്വയർ ആവും. ഓക്കെ, ഇതാണ് ആര്, ഇതാണ് ഇവിടുത്തെ എഫ് ഓഫ് മൈനസ് എച്ച് എന്ന് പറഞ്ഞാൽ. ഇനി ആര് വേണം, മൈനസ് എഫ് ഓഫ് 0 വേണ്ടേ, മൈനസ് ഓഫ് എഫ് ഓഫ് 0. ആരാ എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ? എടാ ഇതല്ലേ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ. എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ എക്സ് 0 ആകുമ്പോഴുള്ള ഫംഗ്ഷൻ്റെ വാല്യൂ അല്ലേ. എക്സ് 0 ആകുമ്പോൾ ഫംഗ്ഷൻ ആരാ, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. എക്സ് 0 എന്ന് ഇവിടെയല്ലേ, അവിടെ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താ എക്സ് സ്ക്വയർ പ്ലസ് 2 അല്ലേ. അപ്പോൾ എക്സിന് 0 കൊടുത്താൽ ബാക്കി ആരെ വരിക, 2 അല്ലേ വരിക. 2 ഡിവൈഡഡ് ബൈ, അപ്പോൾ എഫ് ഓഫ് മൈനസ് എച്ച് മൈനസ് എഫ് ഓഫ് 0 ഡിവൈഡ് ബൈ മൈനസ് എച്ച് അല്ലേ. സോ മൈനസ് എച്ച്. ഓക്കെ, ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്തായി മാറും, ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 1 മൈനസ് കോസ് 2h മൈനസ് 2 ഇൻറ്റു എച്ച് സ്ക്വയർ മൈനസ് 2h സ്ക്വയർ മൈനസ് എച്ച് ഇൻറ്റു എച്ച് സ്ക്വയർ എന്താവും മൈനസ് എച്ച് ക്യൂബ് ആവും. ഓക്കെ, അഗെയിൻ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 1 മൈനസ്, അല്ല കോസ് 2hൻ്റെ സീരീസ് എക്സ്പാൻഷൻ എന്താ, കോസ് എക്സ് ആണെങ്കിൽ എന്താ 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സ് റേസ് ടു 4 ബൈ 4 ഫാക്ടോറിയൽ മൈനസ് എക്സ് റേസ് ടു 6 ബൈ 6 ഫാക്ടോറിയൽ, അങ്ങനെ പോകില്ലേ. അപ്പോൾ ഇവിടെ എന്താ വരിക, 1 മൈനസ് 2h സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് 4h ക്യൂബ് ബൈ 4 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര വരില്ലേ, മൈനസ് ഇയാളാരാ 2h സ്ക്വയർ ബൈ മൈനസ് എച്ച് ക്യൂബ് വരും. ക്ലിയർ ആയിട്ടുണ്ടോ? എടാ ഇവിടെ 1ഉം 1ഉം പോകില്ലേ. പിന്നെ നോക്കുക, എടാ 2h ഹോൾ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാലേ 2h ഹോൾ സ്ക്വയർ 4 സ്ക്വയർ h സ്ക്വയർ അല്ലേ. 4 സ്ക്വയർ ബൈ 2 എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു എച്ച് സ്ക്വയർ അല്ലേ. 4 ഇൻറ്റു എച്ച് സ്ക്വയർ ബൈ 2 എന്ന് പറഞ്ഞാൽ 2h സ്ക്വയർ അല്ലേ. ആ 2h സ്ക്വയർ ഇൻറ്റു 2h സ്ക്വയറും പോകില്ലേ. ബാക്കി ആരെ വരിക, ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ഈ ആളാരാ 4h ഓൾ റേസ് ടു 4 അല്ലേ. 4h ഓൾ റേസ് ടു 4 ആണ് ബൈ 4 ഫാക്ടോറിയൽ. ദെൻ 4h ഓൾ റേസ് ടു 6 ബൈ 6 ഫാക്ടോറിയൽ, ഇത് മൈനസ് പ്ലസ് അങ്ങനെ പോകും, ഇനി അങ്ങനെ പോകും അല്ലേ. അതാണ് വരിക. താഴെ ആരാ മൈനസ് എച്ച് ക്യൂബ് അല്ലേ. എടാ ഈ മൈനസ് എച്ച് ക്യൂബും ഇവിടെ എച്ച് റേസ് ടു 4ൽ 3h പോകില്ലേ, ബാക്കി ഒരു എച്ചിൽ വരിക. ഇവിടെ 2h വരും, ഇവിടെ 3h. അതായത് ഈ ആൾ ഇതിൻ്റെ എല്ലാ ടേമിനോടും ക്യാൻസൽ ആയി പോകില്ലേ. ബാക്കി ഇവിടെ ആരെ വരിക, എച്ചുകൾ മാത്രമല്ലേ വരിക. ആ എച്ചിന് 0 കൊടുത്താൽ 0 ആയി പോയില്ലേ. ശ്രദ്ധിക്കുക, ഇവിടെ ഉള്ളത് ഇവിടെ ഈ ടേം മാത്രമാണ്. ആ എച്ച് ക്യൂബിനെ ഡിവൈഡ് ചെയ്യുമ്പം ഈ എച്ച് റേസ് ടു 4ഉം എച്ച് ക്യൂബും പോയി ബാക്കി ഒരു എച്ച് ആവും. ഇവിടെ 2h ആവും, ഇവിടെ 3h, അങ്ങനെ പോവാം. എച്ച് മാത്രമേ ഉള്ളൂ. ആ എച്ചിന് 0 കൊടുത്ത ആൻസർ എന്താവും 0. അവിടെ നേരത്തെ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് 0 അല്ലായിരുന്നോ, സോറി റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് 0 അല്ലേ. ഇപ്പം എന്ത് കിട്ടി, ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് 0 അല്ലേ. അപ്പോൾ x = 0 അല്ലേ, ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും 0. ഇപ്പോൾ എന്ത് കിട്ടി മക്കളെ, x = 0യിലും x = 1ലും അത് ഡിഫറൻഷ്യബിൾ അല്ലേ. അപ്പോൾ നോൺ ഡിഫറൻഷ്യബിൾ പോയിന്റുകൾ ഉണ്ടോ, ഇല്ല. അപ്പോൾ m എന്താണ് 0. എന്ത് കിട്ടി, a1 b1 c0 m0. കാണേണ്ടതറിയാം, m പ്ലസ് a പ്ലസ് ബി അല്ലേ, a പ്ലസ് ബി പ്ലസ് സി അല്ലേ, അല്ല അറിയാം. 0 + 1 + 1 + 1 + 0 എന്താണ് 2 ആണ് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ. കുറച്ചധികം ചെയ്യാനുണ്ടെങ്കിലും ഒരുപാട് കൺസെപ്റ്റുകൾ വരുന്ന ക്വസ്റ്റ്യനാണ്. നിങ്ങൾ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിളി പഠിച്ചാൽ നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ, വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം.